വ്യൂവർഷിപ്പ് ടു ഓഡിയൻസ്. വലിയ സക്സസ്ഫുൾ സിനിമകളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ രജനീകാന്തിൻ്റെ സിനിമ അല്ലെങ്കിൽ അത്തരത്തിൽ ഗില്ലി പോലെയുള്ള സിനിമകൾ അതൊക്കെ തിയേറ്ററുകളിൽ വലിയ ഇറങ്ങിയപ്പോൾ തന്നെ സക്സസ് ആയി ജനങ്ങൾ ആഘോഷിച്ച സിനിമകളാണ്. സ്പടികവും അങ്ങനെ തന്നെയാണ്. ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ഇത് തിയേറ്ററിൽ പൂർണ്ണമായിട്ട് നിരാകരിക്കപ്പെട്ട ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോഴത്തേക്ക് തള്ളിക്കളഞ്ഞൊരു സിനിമയാണ്. അങ്ങനെ ഒരു സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് എത്താൻ കാരണം ഒരു പുതിയ തലമുറയാണ്. ഈ സിനിമയെ പിന്നീട് കണ്ട തിയേറ്ററിൽ കാണാത്ത സ്ഫടികം ചെയ്തു, അത് വേറെ നേച്ചറാണ്, അത് വേറൊരു കാര്യമാണ്. പക്ഷേ അതൊന്ന് 4K അറ്റ്മോസോ കാര്യങ്ങളോ ആണെന്ന് എനിക്ക് വിശ്വാസമില്ല. പക്ഷേ എനിക്കറിയില്ല അതിനെപ്പറ്റി. മണിച്ചിത്രം താഴുവാണെങ്കിലും എനിക്കറിയില്ല. അത് ചെറിയ ഒരു കുട്ടിയൊന്നും അല്ലല്ലോ മോഹൻലാൽ എന്ന് പറയുന്നത്. അപ്പം നാച്ചുറലി അതിനൊക്കെ വളർച്ചയെത്തിയിട്ടുണ്ട്. പുള്ളിക്ക് അറിയാം ആര് എന്ത് എന്നുള്ളത്. ലാലുവായിട്ടാണെങ്കിലും മമ്മൂട്ടിയായിട്ടാണെങ്കിലും അങ്ങനെ ചെയ്യാൻ, അങ്ങനെ സിനിമ സംഭവിക്കാനുള്ള ആഗ്രഹം എനിക്കുമുണ്ട്. അവരുടെ ഉള്ളിലും അങ്ങനെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഉണ്ടാവണം. കാരണം ഒരു നല്ല സിനിമയെ ഒരിക്കലും അവർക്ക് നിഷേധിക്കാൻ കഴിയില്ല. മലയാളിയെ ഏറ്റവും വേദനിപ്പിക്കുന്നത്, സ്ക്രീനിൽ കാണുമ്പം ഏറ്റവും വേദനിപ്പിക്കുന്നത് എന്താണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? തനിയാവർത്തനം ചെയ്യുമ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് എൻ്റെ സ്ട്രെങ്ത് എവിടെയാണെന്നുള്ളത്. ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും എക്സൽ ചെയ്യാൻ കഴിയുന്ന ഒരു മേഖല അല്ലെങ്കിൽ ഒരു ഏരിയ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൻ്റെ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുമ്പോഴാണ്. ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുമ്പോഴാണ്. ഞാൻ എടുത്തേക്കുന്ന സിനിമകളിൽ ഒരു ക്ലാസിക് ഫിലിമാണ് ദേവദൂതൻ 2000. മീഡിയ വണ്ണൊപ്പം ദേവദൂതൻ്റെ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള നിർമ്മാതാവ് സിയാർ കോക്രം, സംവിധായകൻ സിബി മലയിലുമാണുള്ളത്. സ്വാഗതം. താങ്ക് യു. ഇപ്പോൾ ഒരുപാട് സിനിമാ പ്രേമികൾ വളരെയധികം സന്തോഷത്തിലാണ് ദേവദൂതൻ്റെ ഒരു തിരിച്ചുവരവും അത് സ്ക്രീനിൽ കാണാൻ കഴിയാന്നൊക്കെ ഉള്ളത്. നിങ്ങളെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയുടെ കൂടെ ഇത്രയും നാൾ സഞ്ചരിക്കുന്ന ഒരു അനുഭവം ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും. ഇപ്പം സാറിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ സാറിന് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഫസ്റ്റ് തോട്ട് വരുന്നതും ഇതിൻ്റെ ഒരു 2-3 വേർഷൻസ് ഇനി എടുക്കാൻ മനസ്സിലുള്ളതും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അന്ന് ആ സിനിമ ഇറങ്ങുന്നു ഒരു 25 വർഷത്തോളം മുൻപാണ്. പിന്നീട് ഇപ്പോൾ ഇതിൻ്റെ ഒരു റിലീസിലെത്തുന്നു. അപ്പം നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഒരു നീണ്ട സിനിമാ കരിയറിലെ ഒരു കഥ മനസ്സിൽ കൊണ്ട് നടന്ന്, ഒരു സിനിമ മനസ്സിൽ കൊണ്ട് നടന്ന് ഏറ്റവും കൂടുതൽ കാലം സഞ്ചരിച്ചിട്ടുണ്ടാവുക ദേവദൂതൻ്റെ ഒപ്പം തന്നെയായിരിക്കും. എന്നെ ഉദ്ദേശിച്ചിട്ട് ഞാൻ 85-ലാണ് എൻ്റെ ഫസ്റ്റ് ഫിലിം പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ അത് തൊട്ട് ഈ കാലം അത്രയും ഞാൻ എടുത്തേക്കുന്ന സിനിമകളിൽ ഒരു ക്ലാസിക് ഫിലിമാണ് ദേവദൂതൻ 2000. സിബിനെ ഉദ്ദേശിച്ചിട്ട് വളരെയധികം സിനിമകൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളുടെ ഉദ്ദേശിച്ചിട്ട് അദ്ദേഹം ഞാനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, ഞങ്ങൾ സമ്മറിൻ ബത്തലേമിന് ശേഷമാണ് ഈ പടം ഒരു ഡിഫറൻ്റായിട്ട് പടം ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ സിനിമ ചെയ്തത്. അത് ഡിഫറൻ്റായിട്ട് തന്നെ വന്നു. പക്ഷേ എന്തോ കാരണവശാൽ അത് അന്ന് കളക്ഷൻ പോയിന്റിൽ മാത്രം പ്രേക്ഷകർ അത്രേ കണ്ടുള്ളൂ എന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ് ഈ സിനിമയുടെ ഒരു നെറ്റ് റിസൾട്ട് വന്നത്. അപ്പം സിബി ആണെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഞങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഞങ്ങൾ എന്നൊക്കെ മീറ്റ് ചെയ്യുക അപ്പോഴൊക്കെ ഇതിനെപ്പറ്റി സംസാരിക്കും. മനസ്സിലായി? അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതായത് ഈ സിനിമ വേറൊരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു ലാംഗ്വേജിൽ ഇത് നമ്മൾ ഷൂട്ട് ചെയ്യും, എന്നിട്ട് നമ്മൾ പ്രൂവ് ചെയ്യും എന്നുള്ളൊരു ചലഞ്ചാണ് ഇതിൻ്റെ പുറയിലുള്ളത്. അങ്ങനെ ഒരു ബൈ ചാൻസിൽ ഈ സിനിമയിലേക്ക് ഞങ്ങൾ 1 വർഷത്തോളമായി ഇതിൻ്റെ പുറയിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകളാണ് ഇപ്പം ഈ കോക്കേഴ്സ് ഫിലിംസ് എന്ന് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് കോക്കേഴ്സ് മീഡിയ എൻ്റർടൈൻമെൻറ്റ്സ് സാരഥിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ ടീമും കണ്ടെത്തിയ ഒരു ഇതിലാണ് ഞങ്ങൾ ഇതൊന്ന് 4K റെസൊല്യൂഷനിൽ ചെയ്യുക, അറ്റ്മോസ് സൗണ്ട് സിസ്റ്റത്തിലാക്കുക, അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വന്നു. അപ്പം ഇത് ആക്ച്വലി അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ അറിയുന്നത് ഈ 4K റെസൊല്യൂഷനിലാക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് അത് നമ്മുടെ സിബി സാറിനെയും രഘുവിനെയും വിളിച്ച് കാണിക്കാതെ ഒരു കാര്യം ഞാൻ ചെയ്യില്ല. ഇത് അവരും എനിക്ക് വേണ്ടി ചെയ്ത ഒരു സിനിമയല്ലേ, അവരുടെ ഒരു അത്രയും ഇൻപുട്ട് അതിലുണ്ട്. അങ്ങനെ ഞാൻ സിബീൻ്റെ അടുത്ത് ഇത് നേരത്തെ പറഞ്ഞു ഞാൻ. എന്നാലും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്കത് ഫീൽ ചെയ്തു. അത് ഇറ്റ്സ് എ വണ്ടർഫുൾ എന്ന് വെച്ചാൽ ഒരു 4K റെസൊല്യൂഷനിൽ അത് എൻഹാൻസ് ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇറ്റ്സ് വണ്ടർഫുൾ എന്ന് ഞങ്ങൾക്ക് മൊത്തമായിട്ട് തോന്നി. അതിനുശേഷമാണ് ഇതിൻ്റെ മറ്റുള്ള കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ വന്നു. അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമാണ് അറ്റ്മോസ് ഇതിൽ ചെയ്തത്. ഓരോ സ്റ്റേജിലും
എനിക്ക് തോന്നുന്നുണ്ട് ഒരു പുതിയ പടം ഞങ്ങൾ ചെയ്യുമ്പോൾ സാധാരണ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലാണെങ്കിലും ഡയറക്ടർ എന്നുള്ള നിലയിലാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള കോമ്പിനേഷനിൽ ഒരു പടം തന്നെ ചിലപ്പം റിലീസിന് മുമ്പ് ഒരു 5 or 6 പ്രാവശ്യം കണ്ടിരിക്കും. പക്ഷേ ഈ പടത്തിലും ഒരു പുതിയ പടത്തിൻ്റെ പ്രവണതയിലാണ് ഞങ്ങൾ ഓരോ സമയത്തും ഈ പടം ഓരോ സ്റ്റേജിലും കണ്ടിരുന്നു. ഞങ്ങൾക്ക് ബോറടിച്ചിട്ടില്ല. ഞങ്ങൾക്കൊരു വിഷൻ ഉണ്ടായിരുന്നു. ഞങ്ങളെ വെറുതെ ഒരു സിനിമ എടുത്തതല്ല, അത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള വിഷനിലാണ് ഞങ്ങളിത് റിലീസ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് വന്നതും. ഇപ്പോൾ കരിയറിൽ ഒരുപാട് ഓണറിലുള്ള അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സിനിമയെ അപ്പം അതിനകത്ത് ജയങ്ങളും പരാജയങ്ങളും തിയേറ്റർ കളക്ഷൻ്റെ ആസ്പെക്റ്റിൽ പലപ്പോഴും വന്നിരിക്കാം. പല സിനിമകളെ ആളുകൾ പല പുനർവായനകളും നടത്തുന്നുണ്ട്. ഇപ്പോൾ കിരീടോ ചെങ്കോൽ അത്തരം സിനിമകളും മറ്റെല്ലാ സിനിമകളെ പറ്റിയും പുനർവായനകളൊക്കെ നടത്തുന്നുണ്ട്. എന്താണ് സിബി മലയിൽ എന്ന സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഒരു മറ്റൊരു അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞു കേട്ടിരുന്നു, ഈ സിനിമ എനിക്ക് സംഭവിച്ചൊരു തെറ്റോ ഒന്നുമല്ല എന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം എന്ന് ഭയങ്കരമായിട്ട് തോന്നി. എന്തുകൊണ്ടാണ് ഈ ഒരു സിനിമയ്ക്ക് അങ്ങനെ ഒരു ഉള്ളിൽ നിന്ന് അത്രയും ഒരു ലൈക്ക് അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഇത് പ്രൂവ് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് തോന്നാൻ കാരണം? എനിക്ക് സിനിമയിലുള്ള കഥയിലുള്ള വിശ്വാസമാണ്. എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കണ്ടെടുത്ത കഥയാണിത്. ഞാൻ എഴുതി, രഘുവും ഞാനും കൂടെ ചേർന്ന് എഴുതിയ, രഘുവിൻ്റെ കൂടെ ഒപ്പം ഞാനിരുന്ന് എഴുതിയ കഥയാണത്. അപ്പോൾ അന്ന് തൊട്ട് എല്ലാവർക്കും നമ്മുടെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആണ്, നമ്മുടെ ഏറ്റവും ക്ലോസ് ടു അവർ ഹാർട്ട്സ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമ വളരെ സ്പെഷ്യലാണ്. ഞാൻ അന്ന് കൺസീവ് ചെയ്ത ഈ കഥ അത് ഒരു തെറ്റായ ഒരു കാഴ്ചപ്പാടായി അല്ല, ഒരു തെറ്റായ ഒരു തീരുമാനമായിരുന്നില്ല. ഞാൻ കണ്ടത് ശരിയാണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം എന്ന് വെച്ചിട്ടാണ് ഞാൻ കാത്തിരുന്നത്. 1982 ആ സിനിമ സംഭവിച്ചില്ല. പിന്നെ 2000 വരെ 18 വർഷം വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് സിയാദ് ഇങ്ങനൊരു വ്യത്യസ്തമായ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതായിരുന്നു ഈ കഥയായിരുന്നു, ഈ സിനിമയായിരുന്നു. അങ്ങനെയാണ് സിനിമ സംഭവിക്കുന്നത്. പക്ഷേ അത് തിയേറ്ററിലെത്തിയപ്പോൾ അതും നമുക്കവിടെ ഒരു ഡിസാസ്റ്ററായിട്ട് മാറി. അപ്പോൾ നമ്മളെ എല്ലാവരും, എന്നെ സിയാദിനെയൊക്കെ പല വിധത്തിൽ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ നമ്മളെ മാനസികമായിട്ടോ ഒക്കെ നമ്മളെ തകർത്ത് കളഞ്ഞു. അതിൽ നിന്നൊക്കെ ഞങ്ങൾ റിക്കവർ ചെയ്ത് വന്ന സമയത്താണ് എനിക്ക് ഈ സിനിമ അർഹിക്കുന്നൊരു റിസപ്ഷൻ അല്ല നമുക്ക് കിട്ടിയത്. ഇത് ഇത്തരത്തിൽ നിരാകരിക്കപ്പെടേണ്ട, തിരസ്കരിക്കപ്പെടേണ്ട ഒരു സിനിമയല്ല എന്നുള്ള ഉറപ്പും ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മലയാളത്തിലല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയിൽ ഇത് ഞാൻ വീണ്ടും ചെയ്യും, അത് പ്രൂവ് ചെയ്യും. ഒരുപക്ഷെ ഈ വേർഷനായിരിക്കത്തില്ല, ഞങ്ങൾ ആദ്യം 82 എഴുതിയ വേർഷനായിരിക്കാം. അത് ചെയ്ത് അത് പ്രൂവ് ചെയ്യുക എന്നുള്ളത് അതെൻ്റെ ഈ വിഷയത്തോടുള്ള ആത്മവിശ്വാസമാണ്. അത് അങ്ങനെ ഒരു അവസരത്തിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അത് സംഭവിക്കുന്നതിന് മുമ്പ് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സിനിമ ഇപ്പോൾ അതേ വേർഷൻ, അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു എഡിറ്റഡ് വേർഷനാണ്, റീമാസ്റ്റേർഡ് വേർഷനാണ്, 4K അറ്റ്മോസിൽ വരുന്നു. അപ്പോൾ അതിൻ്റെ വിഷ്വൽ സൗണ്ട് ക്വാളിറ്റികളെല്ലാം അന്ന് കണ്ടതിനേക്കാളും വളരെ എൻഹാൻസ്ഡ് ആണിത്. 2000 ഈ സിനിമ കണ്ട് മനസ്സിലാക്കാനും പ്രായമോ പക്വതയില്ലായിരുന്നു. ചിലപ്പോൾ അവർ 2000 മുമ്പ് ജനിച്ചവരായിരിക്കാം. പക്ഷേ 8 10 ഒരു 15 വയസ്സ് വരെയുള്ളവർക്കൊന്നും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിനെ പൂർണ്ണമായിട്ട് ആസ്വദിക്കാനുള്ള അതൊന്നും അവർക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൊരു പാകത ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ 2000 ശേഷം ജനിച്ച തലമുറയുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 35 to 40 ഇയേഴ്സ് വരെയുള്ള ആൾക്കാർ ഈ സിനിമയെ ഇപ്പോൾ 40 വയസ്സുള്ള ആൾക്കാർ വരെ ഇത് തിയേറ്ററിൽ ഒരു എക്സ്പീരിയൻസ് എന്ന നിലയിൽ ഇതിനെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരം ഒരു ജനറേഷനാണ്, അത്തരം ഒരു തലമുറയാണ്. 40 വയസ്സിലും അതിന് താഴെയുള്ളൊരു ജനറേഷൻ ഇത് കാണാനായിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഈ സിനിമ പലരും യൂട്യൂബിലൊക്കെ കണ്ട ശേഷം കിട്ടുന്ന ഫീഡ്ബാക്സിൽ അവരുടെ ചർച്ചകൾ ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ഒരു റിലീസ് വേർഷനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ മലയാളത്തിൽ അങ്ങനെ ഒരുപാട് റിലീസുകൾ വന്നിട്ടില്ല. പക്ഷെ തമിഴ്നാട്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പല സിനിമകളും, പല കാലഘട്ടത്തിലെ സിനിമകളും, ഇപ്പോൾ രജനീകാന്ത് മൂവീസ്, ഇപ്പോൾ ഈ വർഷത്തിൽ നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ വന്നപ്പം തമിഴിൽ അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഗില്ലി മുതലുള്ള വിജയ് ചിത്രങ്ങളാണ് അവിടെ ഒരുപാട് റിലീസ് ചെയ്ത്. പ്രേമം പല വർഷങ്ങളിലും അവിടെ റിലീസ് ചെയ്യാറുണ്ട്. ഇപ്പം സ്ഫടികമൊക്കെയാണ് മലയാളത്തിൽ ഈ അടുത്ത് അങ്ങനെ ഒരു റിലീസ് റീമാസ്റ്റേർഡ് വേർഷനൊക്കെ വന്നത്. ഈ റിലീസ് കൾച്ചർ നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനത്ത് ഒരുപാട് ഉണ്ടായിട്ടും
കേരളം അങ്ങനെ സ്വീകരിച്ചിരുന്നില്ല. ഇപ്പോൾ പക്ഷെ ഇപ്പോൾ സ്ഫടികത്തിന് ശേഷം, ഇപ്പോൾ ദേവദൂതിന് ശേഷം മണിച്ചിത്രത്താഴമൊക്കെ വരുന്നുണ്ട്. സോ ഒരു റീ റിലീസ് സാധ്യതയിലും കൂടെ അതും കൂടി ഉണ്ടോ? അങ്ങനെ ഒരു രീതിയിലേക്ക് ആളുകൾ മാറിയതും കൂടെ ദേവദൂതന്റെ ഒരു റിലീസിനൊരു അല്ല, അങ്ങനെയല്ല. ഇതെന്ന് ചോദിച്ചാൽ ഇത് ഈ ഒരു പാറ്റേൺ അല്ലെങ്കിൽ അവരവിടെ ചെയ്യുന്നു, ഞങ്ങളത് കാരണം ഇവിടെ ചെയ്യുന്നു എന്നുള്ളൊരു കമ്പാരിസൺ ഇല്ല. ഇത് പെക്യുലറായിട്ട് ഇതിൻ്റെ സബ്ജക്റ്റ് പറഞ്ഞിരിക്കുന്ന വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അന്ന് തന്നെ. ആൻഡ് സെയിം ടൈം ഈ ഞങ്ങളുടെയൊക്കെ സുഹൃത്തായ മോഹൻലാൽ എന്ന് പറഞ്ഞ അദ്ദേഹം, ഞങ്ങൾ ഈ പടം കാണുമ്പോഴത്തേക്കും അന്ന് 2000-ലും കണ്ടു, ഇപ്പം ഇതിലും കാണുന്നു, ഒരു ചേഞ്ചും ഇല്ല. ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വൈസ് യാതൊരു ഡൗട്ടില്ല, ഫിസിക്കൽ വൈസ് ഡൗട്ടില്ല. അങ്ങനെ ഒരു കാരണവശാലും ജനത്തിന് പഴയ മോഹൻലാൽ അല്ലെങ്കിൽ പുതിയ മോഹൻലാൽ എന്ന് പറഞ്ഞ് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ അത് മാത്രമല്ല, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, എന്നെ ഉദ്ദേശിച്ചിട്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആൻഡ് വി വാണ്ട് ടു പ്രൂവ് ഞങ്ങളുടെ തോട്ട് പ്രോസസ്സ് കറക്റ്റായിരുന്നു എന്ന് എനിക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, സിബിക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഞങ്ങളുടെ ഹോൾ ടീമിന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബിക്കോസ് അതൊരു സാറ്റിസ്ഫാക്ഷനാണ്. ഇതിൽ നമ്മളൊരു കോടി ക്ലബ്ബ്, 2 കോടി ക്ലബ്ബ്, 5 കോടി ക്ലബ്ബ് ഒന്നും അല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതൊരു ബെറ്റർ വ്യൂവർഷിപ്പ് ടു ഓഡിയൻസ്. ഞങ്ങൾ ഒരുപോലെ അന്ന് തിരസ്കരിച്ചവരായിരിക്കാം, പക്ഷേ അന്ന് അവർക്ക് അത് കിട്ടിയിട്ടുണ്ടാവില്ല, നമ്മൾ പറയുന്ന മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവില്ല. ഇന്നായിരിക്കും അതിനിപ്പോൾ രഘുവിൻ്റെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് പ്രണയം വളരെ കുറവായിരുന്നു 2000-ന് മുമ്പുള്ള കാലഘട്ടത്തിൽ. ഇന്നാണ് പ്രണയം ഉള്ളത്. അതുകൊണ്ടിട്ടാണ് ഈ യങ്സ്റ്റേഴ്സ് മുഴുവൻ ഇങ്ങനെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഓരോ ഗാനങ്ങളും അതേമാതിരി തന്നെ ഇതിൽ ഞങ്ങൾ രണ്ടുപേരുടെയും കോമൺ ഫ്രണ്ടായിട്ടുള്ള വിദ്യാസാഗർ, ഞങ്ങൾ രണ്ടുപേരുടെ പടവും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഇതിനെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി ഇല്ലെങ്കിൽ ഈ എന്തൊരു മഹാനുഭാവലു എന്ന് പറയുന്ന ആ കീർത്തനം അതൊരു വെസ്റ്റേൺ കമ്പോസിഷൻ ഇതിൽ വരില്ലായിരുന്നു. അതേമാതിരി ഇതിൽ ഓരോ സോങ്സും, കൈതർപ്പൻ ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, ഇതെല്ലാം പ്രത്യേകത നിറഞ്ഞതാണ്. എല്ലാത്തിലും വിരഹവും പ്രണയവും എല്ലാം ഉണ്ട് അതിൽ. അപ്പോൾ അത് കാരണം ഇത് ഒരു അവിടെ അങ്ങനെ ചെയ്തു എന്നും പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതല്ല. സ്ഫടികം ചെയ്തു, അത് വേറെ നേച്ചറാണ്, അത് വേറെ കാര്യമാണ്. പക്ഷേ അതൊന്ന് 4K അറ്റ്മോസോ കാര്യങ്ങളോ ആണെന്ന് എനിക്ക് വിശ്വാസമില്ല. പക്ഷേ എനിക്കറിയില്ല അതിനെപ്പറ്റി. മണിച്ചിത്രത്താഴമാണെങ്കിലും എനിക്കറിയില്ല അത്. ബിക്കോസ് ഇതിൽ ഫണ്ടമെൻ്റലായിട്ട് ഈ 4K എന്ന് പറയുന്ന റെസൊല്യൂഷനിലേക്ക് പോകാൻ കാരണം ഇതിൻ്റെ നെഗറ്റീവ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ അന്നേ ഞങ്ങൾ DTS സൗണ്ടിലാണ് DTS മിക്സ് ഉണ്ടായിരുന്നത്. മണിച്ചിത്ര DTS അല്ല, സ്ഫടികവും DTS അല്ല. DTS അല്ലാത്ത ഒരു സാധനം അത് DTS ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അന്ന് തന്നെ സ്റ്റീരിയോ ഫോണിൽ ലെവലിൽ DTS ആയിട്ട് ചെയ്ത ട്രാക്ക് അവൈലബിൾ ആയതുകൊണ്ടിട്ടാണ് ഇന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് പറയുന്നത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് എൻഹാൻസ്ഡ് സൗണ്ട് ക്വാളിറ്റി അറ്റ്മോസിൽ ചെയ്തിരുന്നു പറയാൻ കാരണം ഞങ്ങളുടെ DTS അതിൻ്റെ ട്രാക്സ് ഉണ്ടായിരുന്നു. അത് കണ്ടെത്തിയതാണ്. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പല ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും അവർ തന്നെ ചോദിക്കുന്നത് ഇതൊരു മിസ്റ്ററി അല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പം എവിടെയോ നിന്ന്, ചിലപ്പോൾ ദൈവമായിരിക്കാം, ചിലപ്പോൾ ഈ പറഞ്ഞ ഇതിലെ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ആയിരിക്കാം ഞങ്ങളെ ഹോണ്ട് ചെയ്ത് ഞങ്ങളെ എത്തിച്ചതാണ് എന്നാണ് മഹേശ്വരൻ്റെ ഒരു ഇടപെടൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന പോലെ അല്ലേ. പിന്നെ ഇപ്പൊ മറ്റ് സിനിമകളിലൊക്കെ പറയുമ്പോൾ നമ്മൾ പൊതുവെ സിബി മലയിൽ എന്ന് പറയുന്ന സംവിധായകനെ എപ്പോഴും അസോസിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം, മലയാളിക്ക് എവിടെയാണ് വേദനിക്കുക എന്ന് പെട്ടെന്ന് അറിയുന്ന ഒരു സംവിധായകനാണെന്ന് പറയും. മലയാളിയുടെ ഇപ്പം നമുക്ക് നല്ലൊരു ആർട്ട് വർക്ക് കണ്ട ഒരു സന്തോഷവും തരും. എന്നാൽ അതേസമയം നമുക്ക് ആ കഥാപാത്രങ്ങളുടെ വിഷമത്തിൽ അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന ഒരു സങ്കടം പെട്ടെന്ന് മനസ്സിലാവാറുണ്ട്. പല ഇൻ്റർവ്യൂസിലും സാർ തന്നെ നേരത്തെ പറഞ്ഞിട്ടും കേട്ടിട്ടുണ്ട്, എനിക്ക് ഇമോഷണൽ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്, അതെൻ്റെ ഒരു കപ്പ് ഓഫ് ടീ, എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, മലയാളികൾക്ക് മാത്രമല്ല എന്നാലും മേജർ ഓഡിയൻസ് മലയാളികളായതുകൊണ്ടും കഥകൾ പലതും കേരളത്തിൻ്റെ ഒരു ഭൂമികയിൽ നിന്ന് പറയുന്നത് കൊണ്ടും മലയാളിയെ ഏറ്റവും വേദനിപ്പിക്കുന്നത്, സ്ക്രീനിൽ കാണുമ്പോൾ ഏറ്റവും വേദനിപ്പിക്കുന്നത് എന്താണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഇപ്പം നിസ്സഹായതയാണോ, അവഗണനയാണോ, അപമാനിക്കപ്പെടലാണോ, ഒറ്റപ്പെടലാണോ, എന്താണെന്ന് ഇത്രയും കാലത്തൊരു സിനിമാ ജീവിതത്തിൻ്റെ ഇടയിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു ലൈക്ക് എവിടെയാണ് ടാപ്പ് ഇൻ ചെയ്യാറുള്ളത്? എനിക്ക് തോന്നുന്നത് റിലേഷൻഷിപ്പിലുണ്ടാകുന്ന സ്ട്രെയിൻസാണ് എപ്പോഴും നമ്മളെ
മുറിവേൽപ്പിക്കുന്നത്. നമ്മളെ സ്നേഹിക്കുന്ന ഒരാളിൽ നിന്നും കിട്ടുന്ന തിക്താനുഭവങ്ങൾ നമ്മുടെ മലയാളികൾ കുറച്ചും കൂടി ഇഴയെടുപ്പമുള്ള കുടുംബം പശ്ചാത്തലത്തിലാണ്. നമ്മളെല്ലാവരും വളരെ ബോണ്ടിങ് ഉണ്ട് ഫാമിലിയിൽ, അച്ഛനും മക്കളും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെ വളരെ 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 ക്ലോസ് ബോണ്ടിങ് ഉള്ളൊരു ജീവിത സാഹചര്യമാണ് നമുക്ക്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കരുതലും സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ അതിനകത്ത് താളപ്പിഴകൾ സംഭവിക്കാം, മുറിവുകൾ സംഭവിക്കാം, ഒരു വാക്കായിരിക്കാം, ഒരു പ്രവൃത്തിയായിരിക്കാം. അത്തരം റിലേഷൻഷിപ്പുകൾ ഉണ്ടാകുന്ന സ്ട്രെയിനുകൾ നമ്മളെ വേദനിപ്പിക്കാറുണ്ട്, നമ്മളെ മുറിപ്പെടുത്താറുണ്ട്. ഞാൻ ഈ തനിയാവർത്തനം ചെയ്യുമ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് എൻ്റെ സ്ട്രെങ്ത് എവിടെയാണെന്നുള്ളത്. ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും എക്സൽ ചെയ്യാൻ കഴിയുന്ന ഒരു മേഖല അല്ലെങ്കിൽ ഒരു ഏരിയ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൻ്റെ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുമ്പോഴാണ്, ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുമ്പോഴാണ്. അത് പിന്നീട് നമുക്ക് പല സിനിമകളിൽ അത് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി. അത് നന്നായിട്ട് എഫക്റ്റീവായിട്ട് പ്രേക്ഷകരിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അവരത് അനുഭവിക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. അവരതിനോട് വളരെ എമോഷണലി റെസ്പോണ്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മലയാളി സമൂഹത്തിൽ നിന്നുകൊണ്ട് ഇത്തരം കഥകൾ പറയുമ്പോൾ എനിക്ക് അവരുടെ മനസ്സിനെ സ്പർശിക്കാൻ കഴിയുന്നത് നമ്മൾ ജീവിച്ചു വന്ന സാഹചര്യം അതിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ്. നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തോടു കൂടി ഞാൻ മറുപടി പറയും. ഇത് റീമാസ്റ്ററിങ് അല്ലെങ്കിൽ ഒരു എഡിറ്റർ വേർഷനിലേക്ക് പോകുന്നത് ഒരു ട്രെൻഡിൻ്റെ ഭാഗമല്ല. നമ്മളെ സംബന്ധിച്ചുള്ള അതൊരു ട്രെൻഡിൻ്റെ ഭാഗമല്ല. മറ്റു ഭാഷകൾ അത് ചെയ്യുന്ന ഒരു ട്രെൻഡ് കൊണ്ടല്ല. കാരണം ഒരു വിജയിച്ച ചിത്രത്തെ വീണ്ടും കാണാനായിട്ട് വീണ്ടും അതിൻ്റെ പുതിയ വേർഷനിൽ റീമാസ്റ്റർ ചെയ്ത് തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളതൊരു സ്വാഭാവികമായ തോട്ടാണ്. അതിൻ്റെ നിർമ്മാതാക്കൾക്കോ അല്ലെങ്കിൽ അതിൻ്റെ പ്രേക്ഷകർക്കോ അതിൻ്റെ സംവിധായകർക്കോ ഒക്കെ നമ്മൾ അന്ന് സക്സസ് ആയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പുതിയ വേർഷൻ കിട്ടിയാൽ വീണ്ടും അത് തിയേറ്ററിൽ കൊണ്ടുവരാം, വീണ്ടും അത് സക്സസ് ഉണ്ടാക്കാം, വീണ്ടും അതിനകത്തുനിന്ന് ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാക്കാം എന്ന് പറയുന്ന ഒരു ചിന്തയിൽ നിന്നാണ് പലപ്പോഴും അത്തരം വലിയ സക്സസ്ഫുൾ സിനിമകളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ രജനീകാന്തിൻ്റെ സിനിമ അല്ലെങ്കിൽ അത്തരത്തിൽ ഗില്ലി പോലെയുള്ള സിനിമകൾ അതൊക്കെ തിയേറ്ററുകളിൽ വലിയ ഇറങ്ങിയപ്പോൾ തന്നെ സക്സസ് ആയി ജനങ്ങൾ ആഘോഷിച്ച സിനിമകളാണ്. സ്പടികവും അങ്ങനെ തന്നെയാണ്. ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ഇത് തിയേറ്ററിൽ പൂർണ്ണമായിട്ട് നിരാകരിക്കപ്പെട്ട ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോഴത്തേക്ക് തള്ളിക്കളഞ്ഞൊരു സിനിമയാണ്. അങ്ങനൊരു സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് എത്താൻ കാരണം ഒരു പുതിയ തലമുറയാണ്. ഈ സിനിമയെ പിന്നീട് കണ്ട തിയേറ്ററിൽ കാണാത്ത മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ കണ്ട് ഇഷ്ടപ്പെട്ട് ആസ്വദിച്ചിട്ട് ഈ സിനിമ എങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ള ചോദ്യങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടാകുകയാണ്. ഈ സിനിമയുടെ ഒരു ക്വാളിറ്റിയെ പറ്റിയുള്ള ഒരു ബോധം കൊണ്ട് ഇതെങ്ങനെയാണ് ഇനിയും നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാകുക എന്നുള്ള ആലോചനകൾ ചർച്ചകൾ അവിടെ നടക്കുമ്പോഴാണ് നമ്മളിതിലേക്ക് ചിന്തിക്കുന്നത്. അപ്പം ഇത് അപൂർവങ്ങളായ സംഭവമാണ്. ഒരു പരാജയപ്പെട്ട ചിത്രം പ്രേക്ഷകരുടെ ആഗ്രഹത്തോടെ ആവേശപൂർവ്വം കാത്തിരിക്കുന്നൊരു സാഹചര്യത്തിൽ അത് വീണ്ടും അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളത്. അത് ഞങ്ങളെ സംബന്ധിച്ചോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഥയിലുള്ള ഒരു മിസ്റ്ററി എലമെൻ്റ് ഇതിനകത്തുണ്ട്. ആ കഥയിൽ ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ടെന്ന് പറയുന്ന ആ എലമെൻറ്റ് ഈ കഥ അന്ന് പറയേണ്ട ഓഡിയൻസിനോടല്ല നമ്മൾ പറഞ്ഞത്. ഈ കഥ പറയേണ്ട, ഈ കഥ കേൾക്കാൻ കഴിയുന്ന, ഈ കഥ ആസ്വദിക്കാനും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തലമുറ ഇപ്പോൾ ഉണ്ടായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവരോടാണ് നമ്മൾ ഈ സിനിമ, അവരുടെ മുമ്പിലേക്കാണ് നമ്മൾ ഈ സിനിമ കൊണ്ടുവരുന്നത്. ഇപ്പം ഇതിൻ്റെ മറ്റൊരു വാർത്താ സമ്മേളനത്തിലും മോഹൻലാൽ പങ്കെടുത്ത പരിപാടിയിൽ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, ഈ സിനിമയും ഇതിനകത്തുള്ള അദ്ദേഹത്തിൻ്റെ കഥാപാത്രവും വളരെയധികം പ്രിയപ്പെട്ടതാണ്, അദ്ദേഹത്തിൻ്റെ കരിയറിൽ വളരെ പ്രിയപ്പെട്ട ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സിനിമ വീണ്ടും ഒരിക്കൽ കൂടി തിയേറ്ററിൽ എത്തുക എന്നുള്ളൊരു ചർച്ചയിലേക്ക് വന്നപ്പം അത് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ തന്നെ തീരുമാനമായിരിക്കും. അപ്പം അതിനോടുള്ളൊരു അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് പ്രതികരണം എന്തായിരുന്നു നിങ്ങൾ ഈ ഒരു സിനിമയുടെ ഒരു റിലീസിനെ പറ്റിയിട്ട് സംസാരിച്ചപ്പോൾ? ഈ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് അദ്ദേഹം ചോദിച്ചു വാങ്ങിയതാണ്. ഞങ്ങൾ അദ്ദേഹത്തെ ഈ ക്യാരക്ടർ ചെയ്യാനായിട്ട് സമീപിച്ചതല്ല. വളരെ യാദൃശ്ചികമായിട്ട് സിയാദും മോഹൻലാലുമായിട്ടൊരു കൂടിക്കാഴ്ചയിൽ അടുത്ത പ്രോജക്റ്റ് എന്താണെന്ന് സിയാദിനോട് ചോദിച്ചപ്പോൾ സിയാദ് ഇങ്ങനെ ഞാനും സിബിയുമായിട്ട് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നു, ആലോചന എന്താ കഥയെന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ കഥ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ചെയ്യട്ടെ ആ ക്യാരക്ടർ എന്ന് ചോദിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഇതിലേക്ക് എൻ്റർ ആകുന്നത്. പിന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇപ്പോഴത്തെ നമ്മൾ കണ്ട 2000 കണ്ട ദേവദൂതൻ സംഭവിക്കുകയാണ്. പിന്നെ റിലീസോ കാര്യങ്ങളോ ഒന്നും വിട്ടില്ല. അതെല്ലാവരും അന്ന് വിട്ടു. ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ഞാനോ സിയാദോ അത് വിട്ടിട്ടില്ല. ഞങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അത് ഞങ്ങളെന്തെങ്കിലും ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു.
മോഹൻലാലിൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഈ വിഷയം എത്തുന്നത് സിയാദാണ് അദ്ദേഹത്തോട് ഞങ്ങളിങ്ങനെ ഒരു ആലോചനയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് അദ്ദേഹം സിയാദിനോട് റെസ്പോണ്ട് ചെയ്തത്. അദ്ദേഹം വെൽക്കമിങ് ആയിട്ടാണ് ബിക്കോസ് സിബിയായിട്ടുള്ള സൗഹൃദം എത്രയോ പടങ്ങൾ മോഹൻലാലിൻ്റെ കുറേ പടങ്ങൾ ചെയ്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മനസ്സറിയാം. ഞാനും ഇതേമാതിരി കുറേ പടങ്ങൾ മോഹൻലാലായിട്ട്, അപ്പം ഞങ്ങൾ തമ്മിലൊക്കെ ഉള്ള സൗഹൃദം കൊണ്ട് ഞങ്ങളുടെ സ്പിരിറ്റ് എന്താണെന്ന് അറിയാം, ഒരു സബ്ജക്റ്റിലുള്ള സ്പിരിറ്റ് എന്താണെന്ന് അറിയാം, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന്. അപ്പം നാച്ചുറലി ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോഴത്തേക്കും ഓക്കെ സിയാദൊക്കെ പ്രൊസീഡ് ചെയ്ത് കാര്യം നമ്മൾ ഏറ്റു. ആ ഒരു ഇൻസ്പിറേഷനിലാണ് നമ്മളിവിടെ വെരി ഷോർട്ട് ടൈം, വളരെ ഷോർട്ട് ടൈമാണ് പുള്ളി ഒരു ഷൂട്ടിങ്ങിൽ നിന്ന് എറണാകുളത്ത് എത്തുകയും അന്നൊരു ട്രെയിലർ ലോഞ്ച് പ്രോഗ്രാം നമ്മൾ ഇമ്മീഡിയറ്റ് നടത്തിയത്. അന്നും പുള്ളി പ്രസംഗിച്ചു. അന്ന് സംസാരിച്ചതിൽ വളരെ സത്യസന്ധമായിട്ടാണ് സംസാരിച്ചത്. അല്ലാതെ ഇതൊന്നും ഒരു എന്താ പറയുക, ഒരു ഓഡിയൻസ് അട്രാക്ഷന് വേണ്ടിയല്ല സംസാരിച്ചത്. ബിക്കോസ് പുള്ളിക്കറിയാം ഞങ്ങൾ രണ്ടുപേരുടെ ആഗ്നി എന്താണെന്നുള്ള ഈ സിനിമയുടെ ഫെയിലിയർ. അത് തീർച്ചയായും പുള്ളിക്ക് ഒരു സുഹൃത്തെന്നുള്ള നിലയിൽ, പുള്ളി നടൻ എന്നുള്ള നിലയിൽ, സുഹൃത്തെന്നുള്ള നിലയിൽ അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പുള്ളി അന്ന് സംസാരിച്ചതെന്നാണ് എൻ്റെ പക്ഷം. സെയിം ടൈം സിബി മെൻ്റലി എത്രത്തോളം ഈ പടത്തിൻ്റെ ഒരു പരാജയം എത്രത്തോളം അങ്ങേരെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇത്. ഇപ്പം അതിന് എക്സാമ്പിളായിട്ട് ഞങ്ങളൊരു കൗണ്ട് ഡൗൺ ആയിട്ടാണ് 10 days ആയിട്ട് ഫോളോ ചെയ്ത് വരുന്നത്. ഈ കൗണ്ട് ഡൗണിൻ്റെ ലാസ്റ്റ് നാളെയാണ് സിബി ആവശ്യപ്പെട്ടു. അതായത് ഒരു കൗണ്ട് ഡൗണിൻ്റെ ലാസ്റ്റ് ഡേ, ദാറ്റ് ഈസ് തേഴ്സ്ഡേ, ലാലു ഒരു സാധനം ചെയ്തു തന്നെ ഒന്ന്. പുള്ളി പറഞ്ഞു ഓക്കെ നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്ത് അയച്ചോളൂ എന്ന് പറഞ്ഞു. വിതിൻ മിനിറ്റ്സ് ബൈ ഈവനിങ് അതിവിടെ വന്നു. ഞങ്ങൾ നാളെ അത് റിലീസ് ചെയ്തു. അപ്പം അതും പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സൗഹാർദ്ദവും എത്രത്തോളം ഞങ്ങളൊക്കെ തമ്മിലുള്ള ഒരു ക്ലോസ് കണക്ഷൻ ഉണ്ടോ അതൊക്കെ തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള വരികളാണ് പ്രേക്ഷകരോടായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം വളരെ വെൽക്കമിങ് ആണ്. ചെറിയ ഒരു കുട്ടിയൊന്നും അല്ലല്ലോ മോഹൻലാൽ എന്ന് പറയുന്നത്. അപ്പം നാച്ചുറലി അതിനൊക്കെ വളർച്ച എത്തിയിട്ടുണ്ട്. പുള്ളിക്ക് അറിയാം ആര് എന്ത് എന്നുള്ളത്. ഇപ്പോൾ മോഹൻലാലിലേക്കുള്ള കടമ്പകളെ പറ്റിയിട്ട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദശരഥൻ 2-നെയൊക്കെ പറ്റിയിട്ടും ഒക്കെ പല വിഷയങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ. അപ്പോൾ ഇപ്പോൾ ദേവദൂതിന് വേണ്ടിയിട്ട് പിന്നെയും ലൈക്ക് ഒരു മൂവിക്ക് വേണ്ടിയിട്ടുള്ള കൊളാബറേഷൻ അല്ലെങ്കിലും മറ്റൊരു കൊളാബറേഷൻ നടന്നിരിക്കുകയാണ്. അപ്പോൾ ആ കടമ്പകൾ കുറഞ്ഞോ? ഇനി നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രൊജക്റ്റിനെയൊക്കെ പറ്റിയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാമോ? നിങ്ങൾ മുൻപ് ചെയ്ത ചിത്രങ്ങളുടെ 2ാം ഭാഗമോ അല്ലെങ്കിൽ പുതിയ ചിത്രങ്ങളോ? അന്നത്തെ ഒരു അഭിമുഖത്തിലും മമ്മൂട്ടിക്ക് വേണ്ടിയിട്ടുള്ള സിനിമകൾ കൂടെ മനസ്സിലുണ്ട്, ചില കഥകൾ അത് കംപ്ലീറ്റ്ലി സ്ട്രക്ചറായി കഴിഞ്ഞാൽ പറയുന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സുവർണ കാലഘട്ടത്തിൽ അവർക്ക് എല്ലാ ഓണറിലുള്ള ക്യാരക്ടേഴ്സിന് കൊടുത്തിട്ടുള്ള സംവിധായകനാണ്. ഇപ്പോഴും ഉണ്ട്. എന്നാലും ലൈക്ക് അതെ, രണ്ടുപേരും അഫ്കോഴ്സ് രണ്ടുപേരുടെയും സുവർണ. അപ്പോൾ എന്നാലും നമ്മളൊരു ഒരു ബാക്ക് ടു ബാക്ക്, അപ്പം രണ്ടുപേരുടെയും കാര്യത്തിൽ ഇപ്പോഴും അങ്ങനത്തെ കഥാപാത്രങ്ങളുണ്ട്. എന്നാലും അവരുടെ ഒരു അവരുടെ ഒരു സുവർണകാലത്തിലേക്ക് അവർ ചവിട്ടി കയറിക്കൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും മികച്ച ക്യാരക്ടേഴ്സ് കൊടുത്തവരാണ്. അപ്പം നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാമോ മമ്മൂട്ടി മോഹൻലാലൊക്കെ ആയിട്ടുള്ള ഒരു സിബി മലയിൽ ചിത്രം വൈകാതെ വരുമെന്ന്? തീർച്ചയായിട്ടും. കാരണം നമ്മൾ സിനിമയിൽ വന്ന കാലം തൊട്ട് നമ്മൾ അടുത്ത് ഇടപഴകുകയും സൗഹൃദം പുലർത്തുകയും ചെയ്യുന്നതാണ് രണ്ടുപേരും. മോഹൻലാലിൻ്റെ ആദ്യ സിനിമ തൊട്ടും മമ്മൂട്ടിയുടെയും ആദ്യകാലത്തെ പ്രധാനപ്പെട്ട സിനിമകൾ തൊട്ടും നമ്മൾ കൂടെ ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ ഒരുമിച്ച് സഞ്ചരിച്ചവരാണ്. കഴിഞ്ഞ 40-45 വർഷം കാലം ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഒരുമിച്ച് സഞ്ചരിച്ചവരാണ്. ഞങ്ങളുടെ സൗഹൃദങ്ങൾക്ക് ഒരിക്കലും ഒരു കോട്ടം സംഭവിച്ചിട്ടില്ല. പലപ്പോഴും നമ്മൾ ഒരുമിച്ച് സിനിമകൾ ചെയ്യാനുള്ള ആഗ്രഹം രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്, രണ്ട് കൂട്ടരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അത് സംഭവിക്കാതെ പോയിട്ടുണ്ട്. ഒരു കാരണമുള്ളത് എനിക്ക് തോന്നുന്നത്, ഞങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഒരു സിനിമ വരുമ്പോൾ പ്രേക്ഷകർക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം നമ്മൾ മുമ്പ് ചെയ്തു വെച്ച ചിത്രങ്ങളാണ് അതിൻ്റെ ബെഞ്ച് മാർക്ക്. അപ്പോൾ അതിൻ്റെ മുകളിലേക്കുള്ളൊരു സിനിമ അവർ എക്സ്പെക്റ്റ് ചെയ്യും. അങ്ങനെ സംഭവിക്കാൻ അങ്ങനത്തെ ഒരു സിനിമയാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്തരമൊരു ഔട്ട്സ്റ്റാൻഡിങ് സിനിമ ഇതുവരെ ചെയ്തതിന് മുകളിലൊരു സിനിമ ചെയ്യാൻ കഴിയണം. അതിനായിട്ടുള്ള കാത്തിരിപ്പാണ്. തീർച്ചയായിട്ടും അത് സംഭവിക്കണം. അത് ലാലുവായിട്ടാണെങ്കിലും മമ്മൂട്ടിയായിട്ടാണെങ്കിലും അങ്ങനെ ഒരു സിനിമ സംഭവിക്കാനുള്ള ആഗ്രഹം എനിക്കുമുണ്ട്. അവരുടെ ഉള്ളിലും അങ്ങനെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഉണ്ടാവണം. കാരണം ഒരു നല്ല സിനിമയെ ഒരിക്കലും അവർക്ക് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അത് സംഭവിക്കട്ടെ. അത് നമ്മുടെ ഏറ്റവും വലിയ ഇപ്പോൾ ഈ ഒരു പുതിയ തീരുമാനങ്ങളും മാറ്റങ്ങളും ഒക്കെ എല്ലാവരുടെയും മനസ്സിലൊരു പുതിയ ചിന്തകൾ കൊണ്ടുവരട്ടെ.
ഒറ്റ കാര്യം കൂടെ ഒന്ന് ചോദിക്കാനുണ്ട്. ഈ സിനിമയായിട്ടും ബന്ധപ്പെട്ടാൽ ഇപ്പം 2010 മുതലുള്ള ഒരു സാറിൻ്റെ കരിയർ നോക്കുമ്പം ചെയ്തിട്ടുള്ള സിനിമകളിൽ ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് ആസിഫ് അലി എന്നുള്ള നടനുമായിട്ടാണ്. അപ്പോൾ പണ്ട് നമ്മൾ നോക്കുമ്പോൾ മോഹൻലാൽ, മമ്മൂട്ടി പോലെ അവരായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ വരാറുണ്ട്. അതേപോലെ ഈ ഒരു ലാസ്റ്റ് സ്പാൻ ഓഫ് കരിയറിൽ നമ്മൾ കാണുന്നത് ആസിഫ് അലി ആയിട്ടുള്ള അസോസിയേഷൻ. അതിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മൂവീസും വരുന്നുണ്ട്. ഇപ്പോൾ അപൂർവരാഗാണെങ്കിലും ലാസ്റ്റ് ഇപ്പോൾ കൊത്തയാണെങ്കിലും ഒക്കെ. അപ്പം എന്താണ് അങ്ങനൊരു ഒരു കോമ്പിനേഷൻ? ഇതൊരു വൺ ഓഫ് ദ യങ്ങസ്റ്റ് ആക്ടേഴ്സ് ആൻഡ് വൺ ഓഫ് ദ ലെജൻഡറി ഡയറക്ടേഴ്സ്, നിങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഇത് റിപ്പീറ്റ് ആവാനുള്ള ഒരു അപൂർവരാഗം ആണ് ഞങ്ങൾ ഒരുമിച്ച് ആദ്യം ചെയ്യുന്നത്. യെസ്. ആ സിനിമയിൽ വെച്ചിട്ട് തന്നെ ഇയാളുടെ ഒരു ടാലൻറ്റിനെ കുറിച്ചുള്ളൊരു സൂചന എനിക്ക് കിട്ടി. കാരണം അയാൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാം ഇയാളുടെ പൊട്ടൻഷ്യലെ കുറിച്ച് നമുക്കറിയാം. അന്ന് അയാൾ തുടക്കക്കാരനാണ്, പക്ഷേ ഇയാൾക്ക് അതിനുള്ളൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഇയാളൊരു അപ്കമിങ് ആയിട്ടൊരു ആക്ടർ എന്ന നിലയിൽ ഇയാൾ ഇവോൾവ് ചെയ്ത് വരുമെന്നുള്ളൊരു ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ അയാളെ കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ നമ്മൾ മുമ്പിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ളൊരു ആക്ടറെ ഉപയോഗപ്പെടുത്തേണ്ട ഒരു കഥ നമ്മൾ മുമ്പിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ചോയ്സായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. എനിക്ക് കംഫർട്ടബിളായിട്ടൊരു വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറാണ്. അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. ഇപ്പോൾ കൊത്തിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഈ ഒരു ദേവദൂതൻ തൊട്ട് കൊത്തെന്ന് പറയുന്ന ഒരു 10 വർഷക്കാലത്തെ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിലൂടെ ആസിഫ് അലി എങ്ങനെ ഇവോൾവായി, ഒരു ആക്ടർ എന്ന നിലയിൽ ഇവോൾവായി ഒരു മെച്യൂർ ആക്ടറായിട്ട് മാറി എന്നുള്ളത് കൂടെ സഞ്ചരിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് നോക്കിക്കാണാൻ കഴിയുകയും തുടർന്നും ഇനിയും വലിയ രീതിയിലുള്ള സിനിമകൾ ചെയ്യാൻ പ്രാപ്തനായ ഒരു ആക്ടറായിട്ട് അയാൾ മാറുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ ദേവദൂതൻ കാണാൻ, ഈ പറഞ്ഞതുപോലെ ദേവദൂതൻ അന്ന് കാണാൻ കഴിയാതെ പോയവരും പിന്നെ ടെലിവിഷനിൽ കണ്ട സിനിമയോട് വലിയൊരു പ്രിയം ഉണ്ടായി വന്ന തലമുറയൊക്കെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്നതുപോലെ തന്നെ ദേവദൂതൻ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു അർഹിച്ച് ട്രീറ്റ് ആയിട്ട് തന്നെ ഇത് തിയേറ്ററുകളിൽ എത്തട്ടെ. താങ്ക് യു സോ മച്ച്. ഞാൻ ഇതിന്റെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. നിങ്ങൾ ദേവദൂതൻ കണ്ടു? ദേവദൂതൻ കണ്ടിട്ടുണ്ട്. തിയേറ്ററിലാണോ കണ്ടത്? അല്ല, ഞാൻ ടിവിയിലാണ്. ഞാൻ 2-3 തവണ കണ്ടിട്ടുണ്ട്. 2-3 പ്രാവശ്യം ടിവിയിലല്ലേ കണ്ടുള്ളൂ. അപ്പോൾ ഇത് ദയവ് വിചാരിച്ച് നിങ്ങൾ കാണുക. തീർച്ചയായിട്ടും കാണും. നിങ്ങൾ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിനെ പറ്റി ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുക. ബിക്കോസ് അത് റിപ്പോർട്ട് ചെയ്താൽ വിൽ ഹാവ് അനദർ ഡിസ്കഷൻ. മനസ്സിലായോ? യെസ്. താങ്ക് യു സോ മച്ച്.